കോഴിക്കോട് താമരശ്ശേരി അവിടെ ചായക്കടയിൽ കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണത്തെ ചൊല്ലിയ സംഘർഷം. ഈ അക്രമത്തിൽ ഒരാൾക്ക് പരിക്കുപറ്റി. താമരശ്ശേരി ചുടലമുക്ക് സ്വദേശിയായ ബിനേഷാണ് പരിക്കുപറ്റിയത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസെ, ഇതെന്താണ് കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണത്തെ ചൊല്ലി തർക്കവും അക്രമവും? ദിവിഷ്മണി, ഈ കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് താമരശ്ശേരിയിലെ ചായക്കടക്ക് മുൻപിൽ വെച്ചൊരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടുന്ന സംഭവം ഉണ്ടായത്. അതായത് ഇതിൽ പറയുന്ന ഈ പരപ്പൻപൊയിൽ സ്വദേശിയായിട്ടുള്ള നാസറിനാണ് ഒരു ആഭരണം കളഞ്ഞു കിട്ടുന്നത്. ഈ കളഞ്ഞു കിട്ടിയ ആഭരണം ഈ ചായക്കടയിലെ ജീവനക്കാരനായിട്ടുള്ള ബിനേഷിന്, അതായത് തർക്കം ഉണ്ടാക്കി ബിനേഷിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു, കടയിൽ ഏൽപ്പിച്ചിരുന്നു. ഇത് ഉടമ വന്നാൽ തിരിച്ചു നൽകണം, ഇത് കളഞ്ഞു കിട്ടിയിട്ടുള്ള തരത്തിൽ ബോർഡൊക്കെ എഴുതി ഒട്ടിക്കണം എന്നൊക്കെ ബിനേഷിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് നാസർ പറയുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എഴുതി ഒട്ടിക്കാനൊന്നും ബിനേഷ് തയ്യാറായില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നാസർ ആ കടയിൽ വരുമ്പോഴൊക്കെ ഉടമ വന്നോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു. അത് എഴുതി അന്വേഷിക്കുന്നുണ്ട്, ഉടമ വന്നാൽ തിരിച്ചു നൽകുമെന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ ബിനേഷ് നാസറിനോട് പറഞ്ഞിരുന്നത്. പിന്നീട് ഒരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് താൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, പോലീസിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ബിനേഷ് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ബിനേഷ് അങ്ങനെ ഒരു ആഭരണം ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് വീണ്ടും ബിനേഷിന്റെ കടയിലെത്തി നാസർ ഇത് ചോദിക്കുന്ന ശേഷം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോഴാണ് ബിനേഷിന്റെ മറുപടി അത് മുക്കുപണ്ടമാണെന്ന് താൻ തിരിച്ചറിഞ്ഞു. മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അത് കളയുകയായിരുന്നു, ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് നാസറിന് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അതോടുകൂടി ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. ആ വാക്കുതർക്കമാണ് ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചത്. ബിനേഷിന്റെ കൈക്കും കഴുത്തിനുമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു, അവിടെ നിന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദിവിഷ്മണി.